الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وأصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا مزيدا إلى يوم الدين. ഏറെ സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിതം മുറപ്രകാരം നിർവഹിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ സൂറത്തുൽ മുഅ്മിനൂനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കിയായ സൂറത്താണോ മദനിയായ സൂറത്താണോ? മക്കിയായ സൂറത്താണ്. മക്കിയായ സൂറത്ത് എന്ന് പറഞ്ഞാൽ ഹിജറക്ക് മുമ്പ് അവതരിച്ച സൂറത്താണ്. മദനിയായ സൂറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിജറക്ക് ശേഷം അവതരിച്ച സൂറത്തുകളാണ്. സൂറത്തുൽ മുഅ്മിനൂൻ്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവരുടെ വിശേഷണങ്ങളാണ് പ്രതിപാദിക്കുന്നത്. 7ഓളം മുഅ്മിനീങ്ങളുടെ ക്വാളിറ്റികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നുണ്ട്. അതിനു മുമ്പ് നമ്മളിപ്പോൾ ഉസ്താദിൻ്റെ ക്ലാസ് കേട്ടു. നമ്മളെപ്പോഴും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്ത് എന്ന് പറയുന്നത്. ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമുൽ ജുമുഅ കമാ ഖാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നതിൽ ആഴ്ചയിലെ ഏറ്റവും മഹത്തരമായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ്. ഫീഹി ഖുലിഖ ആദം അലൈഹിസ്സലാം. അന്നാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടത്. അന്നാണ് അന്ത്യനാൾ സംഭവിക്കുക. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം എന്ന് ഉമ്മത്തിന് പ്രത്യേകമായി നിർദ്ദേശം കൊടുത്തതാണ്. അപ്പോൾ വിശ്വാസികളുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അള്ളാഹുവും അവൻ്റെ മലക്കുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ സ്വലാത്തുകൾ ചൊല്ലുന്നുണ്ട്, വർഷിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, നിങ്ങളും നിങ്ങളുടെ പ്രവാചകനായ റസൂലായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തുകൾ വർഷിപ്പിക്കണമേ, ചൊല്ലണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പനയായി പഠിപ്പിക്കണം. അപ്പോൾ ഒരു വിശ്വാസി എപ്പോഴും സ്വലാത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവനാകണം. അതിന് ഇത്ര എണ്ണമെന്നോ ഇത്ര പ്രാവശ്യമെന്നോ ഒന്നും നമ്മൾ ചിന്തിക്കരുത്. നേരെ മറിച്ച് എത്രമാത്രം നമുക്ക് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്രമാത്രം നമ്മൾ ചൊല്ലണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പേര് ചൊല്ലുമ്പോഴൊക്കെ, പേര് കേൾക്കുമ്പോഴൊക്കെ സ്വലാത്തല്ല പറഞ്ഞത്. അൽ ബഖീലു മൻ ദുകിറതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ. എൻ്റെ പേര് പറയപ്പെട്ടിട്ട് എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവൻ പിശുക്കനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സ്വലാത്ത് കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടും. മൻ സല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ. ആരെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു തആല 10 സ്വലാത്തുകൾ വർഷിപ്പിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളെക്കുറിച്ച് ഒരു 10 ആൾക്കാർ നല്ലത് പറയുകയാണെന്ന് വിചാരിച്ചോളി. ഓലിങ്ങനെ കൂട്ടം കൂടിയിരുന്നിട്ട് വർത്താനം പറയാം. നമ്മളെ നന്മയാണ് ഓല് പറയണത്, നമ്മളെ നല്ല സ്വഭാവത്തെക്കുറിച്ചിട്ടാണ് പറയണത്, നമ്മളെക്കുറിച്ച് പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്. നമുക്ക് ഇത്രമാത്രം സന്തോഷം ഉണ്ടാവും. അത് കേൾക്കുമ്പോൾ മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മളെ മനസ്സിൽ സന്തോഷം ഉണ്ടാവില്ലേ? ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മലക്കുകളുടെ ഇടയിൽ വെച്ചാണ് നമ്മളെക്കുറിച്ച് സംസാരിക്കുന്നത്.
നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ 10 സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ച് 1 തവണ സ്വലാത്ത് ചൊല്ലും എന്നാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടത് എങ്കിൽ പോലും അത് വലിയൊരു മഹത്താണ്. ഇവിടെ നമ്മൾ 1 ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കായി മാറ്റിവെക്കുന്നത് 10 സ്വലാത്തുകളാണ്. അതുകൊണ്ട് ആരാധനയുടെ ഒരു പ്രധാന ഭാഗമായി നമ്മൾ സ്വലാത്തിനെ കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ സ്വലാത്ത് ചൊല്ലാൻ ബാധ്യസ്ഥരാണ്. നമുക്ക് ഈ ദീൻ എത്തിച്ചു തന്നത്, നമ്മൾ മുസ്ലിമായി തീർന്നതിൻ്റെ ഒരു കാരണക്കാരനാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിയത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടെ നമുക്ക് ബാധ്യത ഉണ്ട്, നമ്മൾ മറക്കാൻ പാടില്ല എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇവിടെ ഈ സൂറത്തിൽ മുഅ്മിനീങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മുഅ്മിനീങ്ങളുടെ ക്വാളിറ്റികൾ, ചില ക്വാളിറ്റികളൊക്കെ നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ്? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. മുഅ്മിനീങ്ങൾ അവരുടെ നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവരായിരിക്കും, ഭയഭക്തി ഉള്ളവരായിരിക്കും. ഒന്നാമത്തെ ക്വാളിറ്റി അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നിസ്കരിക്കുന്നവരായിരിക്കും എന്നല്ല പറഞ്ഞത്, നേരെ മറിച്ച് നിസ്കാരത്തിൽ ഖുശൂ ഉള്ളവരായിരിക്കും. രണ്ടാമത്തേത് വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അവർ ലഗ്വിനെ തൊട്ട്, തിന്മകളെ തൊട്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങളെ തൊട്ട് അവർ തിരിഞ്ഞു കളയുന്നവരായിരിക്കും. ദുനിയാവിലേക്കോ ആഖിറത്തിലേക്കോ ഉപകരിക്കാത്ത ഒരു കാര്യത്തിൽ അവർ കയറി തലടൂല, അതിനുവേണ്ടി സമയം അവർ മാറ്റിവെക്കൂല. നമ്മളൊക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടുന്ന വിഷയമാണ്. നമ്മൾ യൂട്യൂബ് നോക്കുന്ന സന്ദർഭത്തിലൊക്കെ എത്രമാത്രം സമയങ്ങളാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. ഖുർആൻ ഓതാൻ 2 പേജ് നമ്മളൊരു ദിവസം ഖുർആൻ ഓതിയിട്ടുണ്ടാവില്ല. അത് വലിയ പ്രയാസമാണ് നമുക്ക്. 5 പേജ് ഓതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളെ മാക്സിമാണ്. പക്ഷേ നമ്മൾ യൂട്യൂബിൽ എത്രമാത്രം സമയമാണ് നമ്മൾ ചിലവഴിക്കണത്. എന്താ ഇപ്പം നമുക്ക് ഉപകരിക്കണ എന്ത് സാധനമാണ് കണ്ടത്? വാർത്ത കണ്ടു തുടങ്ങും, പിന്നെ എവിടൊക്കെയോ എത്തും. പാടില്ല. മുഅ്മിനീങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കും. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. മൂന്നാമത്തെ മുഅ്മിനീങ്ങളുടെ ക്വാളിറ്റി ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ. നിർബന്ധമായ സക്കാത്ത് അവർ കൊടുക്കുന്നവരായിരിക്കും. അവിടെ പണ്ഡിതന്മാർ ആ സാമ്പത്തിക ശുദ്ധി എന്നതോടൊപ്പം ആത്മീയമായ ശുദ്ധിയെ കൂടി അർത്ഥം പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തെ ക്വാളിറ്റി അതാണ്, നിർബന്ധമായ സക്കാത്ത് കൊടുക്കുന്നവരായിരിക്കും. അപ്പോൾ നമ്മളവിടെ പഠിച്ചിരുന്നു അള്ളാഹിൻ്റെ മാർഗത്തിൽ സ്വതക്ക കൊടുക്കുന്നതിൻ്റെ മഹത്വം കമസലി ഹബ്ബ, ഒരു ധാന്യമണി പോലെയാണ്. അംബതത് സബ്അ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ. അള്ളാഹിൻ്റെ മാർഗത്തിൽ സ്വതക്ക കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ധാന്യമണിയെപ്പോലെയാണ്. ധാന്യമണിയിൽ നിന്ന് 7 കതിരുകൾ ഉണ്ടാകും. ഓരോ കതിരിലും 100ഓളം ധാന്യങ്ങളുണ്ടാകും. അഥവാ 700 ഇരട്ടി പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇതൊരു സ്വതക്കക്കാണ്. അപ്പോൾ സുന്നത്തായ സ്വതക്ക കൊടുക്കുന്നതിനേക്കാൾ കൂലി കിട്ടുമെന്ത്? നിർബന്ധമായ സ്വതക്ക കൊടുക്കുമ്പോൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ മൂന്നാമത്തേത് അതാണ്. നാലാമത്തെ ക്വാളിറ്റി വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ. അവർ അവരുടെ ഗുഹ്യസ്ഥാനത്തെ സൂക്ഷിക്കുന്നവരായിരിക്കും. മയ്യദ്മനു ലി മാ ബൈന ലിഹയ്യൈഹി വമാ ബൈന ഫഖിദൈഹി അദ്മനു ലഹുൽ ജന്ന. നാവിൻ്റെ വിഷയത്തിലും ഗുഹ്യസ്ഥാനത്തിൻ്റെ വിഷയത്തിലും ആരാണോ അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുന്നത് ഓൽക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ഗ്യാരണ്ടി നൽകുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ഗ്യാരണ്ടി നൽകുന്നുണ്ട്. അപ്പോൾ നമ്മളത് സൂക്ഷിക്കുവാൻ ബാധ്യസ്ഥരാണ്. ഇല്ല അല അസ്വാജിഹിം ഔ മാ മലക്കത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ. എന്നാൽ ഗുഹ്യസ്ഥാനത്ത് സൂക്ഷിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുവദിക്കപ്പെട്ട 2, പുരുഷനെ സംബന്ധിച്ചിടത്തോളം 2 അവസരങ്ങൾ, ഭാര്യമാരെടുത്തും അതുപോലെ തന്നെ വലത് കൈ ഉടമപ്പെടുത്തിയ അടിമകളുമായും. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെറിയ വിശദീകരണം പറഞ്ഞതാണ്. ഉസ്താദ് പറഞ്ഞതുപോലെ അടിമകൾ ഇന്ന് നമ്മളെ ചിന്തിക്കണ മാതിരിയല്ല ഇസ്ലാമിക അടിമ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വലിയ വലിയ താബിഈ പണ്ഡിതന്മാരൊക്കെ മൗലകളായിരുന്നു, മോചിപ്പിക്കപ്പെട്ട അടിമകളായിരുന്നു. ഓലൊക്കെ അടിമകളായിരിക്കെ പഠിക്കാൻ അവർക്ക് സമയം കിട്ടി, ഒക്കെ വലിയ വലിയ പണ്ഡിതന്മാരായി, അവർക്ക് ശിക്ഷകണങ്ങളുണ്ടായി. മനസ്സിലായില്ലേ? ഇസ്ലാം അടിമകളെ വളർത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത്. ഓരോ നാടിൻ്റെയും നേതാക്കന്മാരെയൊക്കെ അടിമകൾ മാറുന്ന
കാഴ്ചയുണ്ടായി അല്ലേ? അപ്പോൾ ഇസ്ലാം അടിമകളുടെ വിഷയത്തിൽ ഏറ്റവും നന്നായി ഇടപെട്ട മതമാണ് എന്ന് ഉസ്താദ് ഇവിടെ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അതിന് ഒരു സെപ്പറേറ്റ് ക്ലാസ് തന്നെ വെക്കാം നമുക്ക് ഉസ്താദിനെ കൊണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ വിഷയം നമുക്ക് എന്ത് ചെയ്യും, കൂടുതൽ പഠിക്കാൻ അവസരം കിട്ടുകയും ചെയ്യും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഫമൻ ഇബ്തഗാ വറാഅ ദാലിക് ഫഉലൈക ഹുമുൽ ആദൂൻ. ഈ രണ്ട് മാർഗത്തിൽ 4 പെണ്ണെട്ടാൻ വരെയുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പുരുഷന് നൽകി. അതിനപ്പുറം അവർക്ക് അടിമസ്ത്രീകളുമായിട്ടും ബന്ധം നടത്താം. ഇതൊക്കെ ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. ഈ അനുവദിച്ച കാര്യങ്ങൾക്ക് അപ്പുറം ഒരാൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിലോ, ഇതൊക്കെ അനുവദിച്ചിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള അവസരങ്ങളൊക്കെ കൊടുത്തിട്ടും അതിൽ പ്രതിഫലം കൊടുത്തിട്ടും ഫീ ബുദ്ഇ അഹദിക്കും സദഖ, നമ്മൾ നമ്മുടെ ഭാര്യയുമായിട്ട് ബന്ധം നടത്തുന്നത് സദഖയാണെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതിന് കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. സ്വഹാബാക്കൾക്ക് ആശ്ചര്യം, എങ്ങനെ ഇപ്പോൾ അതിനൊക്കെ കൂലി കിട്ടുക, എങ്ങനെ ഇപ്പോൾ അതിനൊക്കെ കൂലി കിട്ടുക? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതൊരു തിന്മയിലാണ് നമ്മൾ ചെലവഴിക്കുന്നത് എങ്കിൽ നമുക്ക് കുറ്റം കിട്ടൂലേ? നന്മയിൽ അനുവദിക്കപ്പെട്ട മേഖലയിൽ അത് ചെലവഴിക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് പ്രതിഫലം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ പഠിപ്പിച്ചതായും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. അതിനപ്പുറം ഈ അതിർവരമ്പ് അള്ളാഹു നിശ്ചയിച്ചെന്നു, ചെയ്യാനുള്ള അവസരങ്ങൾ നൽകി, അനുവദിക്കപ്പെട്ട മാർഗങ്ങൾ അവർ മുന്നിൽ വരച്ചു കാണിച്ചു കൊടുത്തു. അതിനപ്പുറവും അവന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ അവർ അതിര് വിട്ടവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി. ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത മുഅ്മിനീങ്ങളുടെ ക്വാളിറ്റി പറയാണ്. വല്ലദീനഹും ലി അമാനാതിഹിം വ അഹ്ദിഹിം റാഊൻ. വല്ലദീന, മുഅ്മിനീങ്ങൾ യാതൊരു കൂട്ടരാണ്. ഹും, അവരുടെ പ്രത്യേകത എന്താണ്? ലി അമാനാതിഹിം. അമാനത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടത് അല്ലേ? എന്താന്ന് ഞാൻ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. വഅഹ്ദിഹിം, അഹ്ദ് എന്ന് പറഞ്ഞാൽ എന്താ? കരാറ്. വഅഹ്ദിഹിം, അവരുടെ കരാറിൻ്റെ വിഷയത്തിലും അവരെ ഏൽപ്പിക്കപ്പെട്ട ഏത് കാര്യത്തിലും റാഊൻ, അതവർ പാലിക്കുന്നവരായിരിക്കും. വലിയ വിശാലമായ വിശദീകരണം പണ്ഡിതന്മാർ ഈ ആയത്തിൻ്റെ വിഷയത്തിൽ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അമാനത്തിനെ ഏറ്റെടുത്തവനാണ്. ഇന്ന അറദ്നൽ അമാനത അല സമാവാതി വൽ അർളി വൽ ജിബാൽ ഫഅബൈന അൻ യഹ്മിലഹാ വഅഷ്ഫഖ്ന മിൻഹാ വഹമലഹൽ ഇൻസാൻ. ഉത്തരവാദിത്വത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്യാതെ നന്മകൾ ചെയ്താൽ സ്വർഗം ലഭിക്കും എന്ന കാര്യം പഠിപ്പിക്കപ്പെട്ടുകൊണ്ട് മനുഷ്യനോട് ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. അഥവാ എല്ലാവിധ ഉത്തരവാദിത്വവും ഈ ലോകത്ത് ആർക്കാണ് ഉത്തരവാദിത്തം ഉള്ളത്? മനുഷ്യകുലത്തിനും പിന്നെ ജിന്നു കുലത്തിനുമുണ്ട്. മൃഗങ്ങൾക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യോ? എന്തുകൊണ്ട് മോനെ നോക്കിയില്ല, നിസ്കരിച്ചിരുന്നോ എന്ന് അവരോട് ചോദിക്കുമോ? ഒരിക്കലും ചോദിക്കൂല. അപ്പോൾ മനുഷ്യൻ്റെ മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അമാനത്തിനെ കാണിച്ചു കൊടുത്തു എന്നാണ്. പറഞ്ഞ രൂപത്തിൽ ജീവിക്കണം, ജീവിച്ചാൽ സ്വർഗമുണ്ട്. അതിനപ്പുറം ജീവിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അതിന് ശിക്ഷയുണ്ട്. ഇത് അംഗീകരിക്കാൻ റെഡിയാണോ? ആകാശങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായില്ല, ഭൂമി ഏറ്റെടുക്കാൻ തയ്യാറായില്ല, അവരാ റിസ്ക് ഏറ്റെടുത്തില്ല. പർവ്വതങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. വഹമലഹൽ ഇൻസാൻ, എന്നാൽ മനുഷ്യൻ ഏറ്റെടുത്തു, മനുഷ്യകുലം ഏറ്റെടുത്തു. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഇന്നഹു കാന ളലൂമൻ ജഹൂല. അവന് വിഡ്ഢിയായതുകൊണ്ടാണത് ഏറ്റെടുത്തത്, അവൻ അക്രമിയായതുകൊണ്ടാണ് അവൻ ഏറ്റെടുത്തത്. നമ്മൾ അള്ളാഹ്ക്ക് കൊടുത്ത ഏറ്റവും വലിയ ഒരു കാര്യമാണ് അള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് അള്ള വിരോധിച്ച കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്ന് ഞാൻ ജീവിച്ചോളാം എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന തൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ
നമുക്ക് കാണാൻ സാധിക്കും. ഇന്നല്ലാഹ അഖദൽ മീസാഖ മിൻ ളുഹ്രി ആദം ബിനഅമാന. നഅമാനിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മുതുകിൽ നിന്ന് മനുഷ്യകുലത്തിനോട് ഒരു കരാറ് വാങ്ങി. എവിടെ നഅമാന്? എവിടെ നഅമാന്? അറഫയോട് ചേർന്നുള്ള സ്ഥലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വ അഖ്റജ മിൻ സുൽബിഹി കുല്ല ദുർരിയത്തിൻ ദറഹ ഫനസറഹും ബൈന യദൈഹി കദ്ദർരി. ഒരു ഉറുമ്പിൻ്റെ വലുപ്പം സമാനമായ രൂപത്തിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മുതുകിൽ നിന്ന് ഖിയാമത്ത് നാൾ വരെ ജനിക്കാനിരിക്കുന്ന എല്ലാ മനുഷ്യരെയും അള്ളാഹു പുറത്തെടുത്തു. എന്നിട്ട് വാദി നഅമാനിൽ വദറി. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സുമ്മ കല്ലമഹും, അള്ളാഹു അവരോട് സംസാരിച്ചു. അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ്, നിങ്ങളുടെ സ്രഷ്ടാവ് ഞാനല്ലയോ, നിങ്ങളെ പരിപാലിക്കുന്നവൻ ഞാനല്ലയോ? നിങ്ങൾ എന്നോട് മാത്രമല്ലേ പ്രാർത്ഥിക്കുള്ളൂ, നിങ്ങൾ എന്നോട് മാത്രമല്ലേ സഹായം തേടുള്ളൂ, ഇസ്തിഗാസയും അതുപോലെ തന്നെ ദുആവും എന്നോട് മാത്രമല്ല നിങ്ങൾ നടത്തുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് ചോദിച്ച കരാറാണ്. ഖാലു ബല, അന്ന് എല്ലാവരും സമ്മതിച്ചു. അല്ലാഹുവേ, നീയാണ് ഞങ്ങളുടെ റബ്ബ്, നീയാണ് ഞങ്ങളുടെ സ്രഷ്ടാവ്, ഞങ്ങളെ പരിപാലിക്കുന്നവൻ പടച്ചവനെ നീയാണ്. എല്ലാം സമ്മതിച്ചുകൊണ്ടാണ് എല്ലാ മനുഷ്യന്മാരും വന്നിട്ടുള്ളത്. ഇത് അള്ളാഹ്ക്ക് കൊടുത്ത അമാനത്താണ്. നമ്മൾ അള്ളാഹ്ക്ക് കൊടുത്ത ഏറ്റവും വലിയ അമാനത്താണ്. അള്ളാഹു ആണ് റബ്ബെന്ന് നമ്മൾ സമ്മതിച്ചു എന്നുള്ളത്. ഈ അമാനത്തിനെ കുറിച്ച് നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചോദിക്കുന്നതാണ്. എങ്ങനെ? അള്ളാഹു സുബ്ഹാനഹു വ തആല നരകം ഉറപ്പായും ലഭിക്കുന്ന ഒരാളോട് ഒരു ചോദ്യം ചോദിക്കും. എന്താണ് ചോദിക്കുക? ലൗ കാന ലക മിസ്ലുൽ അർളി ദഹബൻ അകുൻത മുഫ്തദിയൻ ബിഹി. നരകശിക്ഷയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ നിനക്ക് നൽകുന്നു എന്ന് വിചാരിക്കുക. ഭൂമിക്ക് സമാനമായ സ്വർണം നിന്റെ അധികാരത്തിലുണ്ടെന്ന് വിചാരിക്കുക. അത് നീ സ്വതക്ക കൊടുത്തിട്ട് നീ നരകത്തുനിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന ഒരു തീരുമാനം നിനക്ക് എടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എങ്കിൽ നീ അത് ചെയ്യുമോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് പോകാനിരിക്കുന്ന ആളോട് ചോദിക്കുന്നതാണ്. ആളെ പരലോകത്ത്. സ്വഹീഹായ ഹദീസാണ്. അപ്പോൾ ആ വ്യക്തി പറയും, ഉറപ്പായാലും ഞാൻ അങ്ങനെ ചെയ്യും, നരകത്തുനിന്ന് കേച്ചിലായി കിട്ടിയാൽ മതി, ഭൂമിയോളം സ്വർണം കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാലും നരകത്തുനിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് ഞാൻ ചിന്തിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫഖദ് സഅൽതുക മാ ഹുവ അഹ്വനു മിൻ ഹാദാ വഅൻത ഫീ സുൽബി ആദം. നീ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മുതുകിലായിരുന്ന സന്ദർഭത്തിൽ എത്ര നിസ്സാരമായ കാര്യമാണ് നിന്നോട് ചെയ്യാൻ പറഞ്ഞത്. തൗഹീദ് അനുസരിച്ച് ജീവിക്കാനല്ലേ പറഞ്ഞത്? പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കാനല്ലേ പറഞ്ഞത്? സഹായം തേടുമ്പോൾ അള്ളാഹിനോട് മാത്രം സഹായം തേടാനല്ലേ പറഞ്ഞത്? ഫഅബൈത ഇല്ല ശിർക. നീ എന്താ ചെയ്തത്? നീ ശിർക്കല്ലേ ചെയ്തത്? നിന്റെ പ്രയാസങ്ങൾ അള്ളാഹു അല്ലാത്തവരുടെ മുന്നിലല്ലേ നീ സമർപ്പിച്ചത്? അതുകൊണ്ട് ഇന്നേ ദിവസം നിനക്ക് നരകത്തിൽ നിന്ന് രക്ഷയില്ല എന്ന് പറയുമെന്നാണ്. ഫഅബൈത ഇല്ല ശിർക. നീ ചെയ്തത് ഷിർക്കല്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ചോദിക്കുമെന്നാണ്. അപ്പോൾ ഇത് അള്ളാഹ് കൊടുത്ത ഏറ്റവും വലിയ അമാനത്ത് ആരോടാണ്? അള്ളാഹുവിനോടാണ്. ഈ അമാനത്തിനെക്കുറിച്ച്, ഈ കരാറിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുമെന്നാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്. അള്ളാഹ്ക്ക് അടിമകളുടെ വിഷയത്തിലുള്ള ഏറ്റവും വലിയ കാര്യം എന്താണ്? അവകാശം എന്താണ്? എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അൻ യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ഷൈആ. അടിമകൾ നിർബന്ധമായും അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുക, ഷിർക്ക് ചെയ്യാതിരിക്കുക. ഇത് നമ്മൾ അള്ളാഹ്ക്ക് കൊടുക്കേണ്ട അള്ളാഹിൻ്റെ ഏറ്റവും വലിയ അവകാശമായിട്ടാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അമാനത്ത് പാലിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലിയ അമാനത്ത് അള്ളാഹുവിനോടാണ്. ആ അമാനത്തിനെ പൂർത്തീകരിക്കുന്നവരായിരിക്കും ഒരു വിശ്വാസി എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വല്ലദീന ഹും ലി അമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. രണ്ടാമത്തെ അമാനത്ത് ഒരു വിശ്വാസിക്കുള്ള ബാധ്യത തൻ്റെ അവയവങ്ങളോടാണ്. പണ്ഡിതന്മാർ പറയാണ് തൻ്റെ അവയവങ്ങളോട്. അവയവത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ അള്ളാഹ്ക്ക്
ഒരുപാട് കരാറുകൾ കൊടുത്തിട്ടുണ്ട്. അള്ളാഹു നമുക്ക് കൈകൾ നൽകി, കാലുകൾ നൽകി, കണ്ണുകൾ നൽകി, ചെവികൾ നൽകി, ഈ ശരീരം നൽകി. അള്ളാഹ് തൃപ്തിപ്പെടുന്ന വിഷയത്തിൽ മാത്രമേ ഇത് വിനിയോഗിക്കാൻ പാടുള്ളൂ, ഇതിനെ ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ. ഇത് അള്ളാഹ്ക്ക് കൊടുത്ത കരാറാണ്. ഒരു അമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം നമുക്ക് നൽകിയിട്ടുള്ളത്. ഇതിനെക്കുറിച്ചിട്ടും മനുഷ്യൻ പരലോകത്ത് വലിയ പരീക്ഷണങ്ങൾ നേരിടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. ഹത്താ ഇദാ മാ ജാഊഹാ ഷഹിദ അലൈഹിം സംഉഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ. ഒരു മനുഷ്യൻ അവൻ്റെ വായക്ക് സീല് വെക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അവൻ്റെ കണ്ണ് സംസാരിക്കും, അവൻ്റെ കൈകൾ സംസാരിക്കും. നാളെ പരലോകത്ത് നാവല്ല സംസാരിക്കുക, അവൻ്റെ കൈകൾ സംസാരിക്കും, അവൻ്റെ കാലുകൾ സംസാരിക്കും, അവൻ്റെ കാതുകൾ സംസാരിക്കും, അവൻ്റെ തൊലികൾ സംസാരിക്കും, അള്ളാഹിനോട് സംസാരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സദസ്സിലിരിക്കുമ്പോൾ പെട്ടെന്ന് ചിരിച്ചു. സ്വഹീഹായ ഹദീസാണ്. പെട്ടെന്ന് ചിരിച്ചപ്പോൾ സ്വഹാബാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഹൽ തദ്റൂന മിമ്മ അദ്ഹക്, ഞാൻ എന്തിനാ ചിരിച്ച് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പോൾ സ്വഹാബാക്കൾക്ക് അറിയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പരലോകത്ത് അടിമയും അള്ളാഹും തമ്മിലുള്ള തർക്കമോർത്തുകൊണ്ട് ഞാൻ ചിരിച്ചു പോയതാണ്. എന്താ തർക്കം? അടിമ പറയും, അള്ളാഹുവേ, നീ ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അന്ത്യനാളിൽ ഒരാളോടും അനീതി കാണിക്കൂല എന്ന് നീ ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണ്. എനിക്കെതിരെ ഒരു കുറ്റം സ്ഥിരപ്പെടണമെങ്കിൽ എന്നിൽ നിന്ന് തന്നെ നീ സാക്ഷിയെ കൊണ്ടുവരണം. അതിന് അള്ളാഹ് സാക്ഷി നിന്നാൽ പോരാ, മലക്കോൾ സാക്ഷി നിന്നാൽ പോരാ, മലക്കോൾ എഴുതിയ റെക്കോർഡ് അവനക്ക് സാക്ഷ്യം അവനക്ക് മതിയാവൂല, ആളുകൾ സാക്ഷി നിന്നാൽ പോരാ, അവനിൽ നിന്ന് തന്നെ ഓൻ ചെയ്ത തെറ്റുകൾ സാക്ഷിയായി കൊണ്ടുവന്നാൽ ഓൻ സമ്മതിക്കാൻ റെഡിയാണ്. ഇത് അള്ളാഹിനോട് ഒരാൾ തർക്കിക്കുമെന്നാണ്. ആ അവസ്ഥ ഓർത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുകയാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുക? അവൻ്റെ നാവിന് ആദ്യം സീല് വെക്കും, സീലാണ്ട് വെക്കും. എന്നിട്ട് കൈകളോട് സംസാരിക്കാൻ പറയും, കാലുകളോട് സംസാരിക്കാൻ പറയും. വലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ. അന്നേ ദിവസം മനുഷ്യൻ്റെ ദേഹങ്ങൾ അവനെതിരെ അള്ളാഹുവിനോട് സാക്ഷി പറയും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ തിന്മ ചെയ്യുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് തിന്മ ചെയ്യണത്? നമ്മളെ കൈക്കൊരു സുഖം കിട്ടാൻ, കാലിനൊരു സുഖം കിട്ടാൻ, മനസ്സിനൊരു സുഖം കിട്ടാൻ, നമ്മളെ അവയവങ്ങൾക്ക് ഒരു ആസ്വാദനം കിട്ടാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നമ്മൾ ധിക്കരിക്കാറുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണോ അള്ളാഹുവെ നമ്മൾ ധിക്കരിച്ചത്, അവർ നമുക്കെതിരെ എന്ത് ചെയ്യും? അള്ളാഹിൻ്റെ കോടതിയിൽ സാക്ഷി പറയും. വഖാലു ലിജുലൂദിഹിം ലിമ ശഹിദ്തും അലൈന. എന്തിനാപ്പോൾ അവയവങ്ങളോട് അന്നാ മനുഷ്യൻ സംസാരിക്കുന്നതാണ്, എന്തിനാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്കെതിരെ നിങ്ങൾ സാക്ഷി പറഞ്ഞത്? നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനല്ലേ ഞാൻ ഇതൊക്കെ പറഞ്ഞത്, അള്ളാഹിൻ്റെ മുന്നിൽ കാരണം ബോധ്യപ്പെടുത്തിയത്. അപ്പം നിങ്ങൾ തന്നെ എനിക്കെതിരെ സംസാരിക്കുക. വഖാലു ലിജുലൂദിഹിം ലിമ ശഹിദ്തും അലൈന. അതുപോലെ മറുപടി പറയും, നമ്മളെ അവയവങ്ങൾ പറയും, ഖാലു അൻതഖന അല്ലാഹുല്ലദീ അൻതഖ കുല്ല ഷൈ. ഞങ്ങൾക്കൊന്നും കഴിയൂല. നാവിനെ സംസാരിപ്പിച്ച അള്ളാഹു ഞങ്ങളെയും സംസാരിപ്പിച്ചിരിക്കുന്നു. എല്ലാത്തിനെയും സംസാരിപ്പിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ സംസാരിപ്പിച്ചിരിക്കുന്നു. ഓല നിയന്ത്രണത്തിലുള്ളതല്ല. അന്ന് കൈകളെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിപ്പിക്കുമെന്നാണ്. നമ്മൾ ശ്രദ്ധിക്കണം. അവയവങ്ങൾ അള്ളാഹുവിന് കൊടുത്ത അമാനത്താണ്. ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യും. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മുടെ അവയവങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മുടെ അമാനത്തിൻ്റെ ഭാഗമായിട്ട് പണ്ഡിതന്മാർ എണ്ണിയതാണ്. മൂന്നാമത്തെ അമാനത്ത് ജനങ്ങളോടുള്ള അമാനത്താണ്. ഒരാൾ നമ്മളെ ജോലിക്ക് വേണ്ടി സെലക്ട് ചെയ്യണോ, അമാനത്താണത്. എന്താണോ നമ്മളിൽ നിന്ന് അവരുദ്ദേശിക്കുന്നത് പരിപൂർണമായിട്ട് നമുക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അത് ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മളൊരു ജോലിയിൽ പ്രവേശിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. അബൂദർ റളിയല്ലാഹു അൻഹു ഒരു ചെറിയൊരു ഒരു പരാതി, റസൂലേ എന്താ നിങ്ങൾ എല്ലാവരെയും ഡ്യൂട്ടികൾ ഏൽപ്പിക്കണം, എനിക്ക് മാത്രം ഒരു ഡ്യൂട്ടിയും തരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബൂദർ ഇന്നക ദഈഫ്. അബൂദറേ, ശാരീരികമായൊക്കെ നല്ല കരുത്തുള്ള ആളാണ്, അങ്ങ് ഒരു പാവാണ്, നിങ്ങളൊരു പാവാണ്.
ഇന്നൊരു അധികാരം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ അന്ത്യനാളിൽ ഖിസ്യും വനദാമ, അത് ഖേദിക്കാനുള്ള അവസരമാണ് ഉത്തരവാദിത്തങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. ഇവിടെ എന്ത് ഉത്തരവാദിത്തങ്ങൾ ലഭിച്ചാലും അതിനൊക്കെ കുറിച്ച് നമ്മൾ അള്ളാഹിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരും. അതിൽ തന്നെ സാമ്പത്തികമായ ഇടപാടുകൾ, നമ്മൾ നമുക്കൊരാൾ കടം തരികയാണ്, വലിയ അമാനത്താണത്. നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ചിട്ടാണ് നമുക്ക് കുറച്ച് പൈസ കുറച്ച് കാലത്തിന് നമ്മളടുത്ത് എടുക്കാനില്ലാത്തതുകൊണ്ട് നമുക്ക് തരുന്നത്, നമ്മൾ തിരിച്ചു തരുമെന്ന പ്രതീക്ഷയിലാണ്. വലിയ അമാനത്താണ്, നമ്മൾ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് നമ്മൾ ചോദ്യം ചെയ്യപ്പെടും എന്ന് നമ്മൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഖദ അംവാലൻ നാസി യുരീദു അദഅഹ അദ്ദല്ലാഹു അൻഹു. ഒരാൾ കടം വാങ്ങുമ്പോൾ അവൻ്റെ ലക്ഷ്യം ഇതെങ്ങനെയും തിരിച്ചു കൊടുക്കണം. അതിനൊക്കെ ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു മാസം എത്ര സേവ് ചെയ്താൽ ഒരു കൊല്ലം കൊണ്ട് ഇത് തിരിച്ചടക്കാൻ പറ്റും. അപ്പോൾ അവനോട് നേരത്തെ പറഞ്ഞു ഞാൻ ഒരു കൊല്ലം കൊണ്ട് തരട്ടോ. ഇങ്ങനെ തിരിച്ചടക്കാനുള്ള നിയ്യത്തിൽ ഒരാൾ കടം വാങ്ങിയാൽ അദ്ദല്ലാഹു അൻഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള അവസരം അവന് കൊടുക്കുന്നതാണ്. ഇനി വമൻ അഖദ യുരീദു ഇത്ലാഫഹ അത്ലഫഹുല്ലാഹ്. ഒരാൾ പൈസ വാങ്ങണമെന്ന കടം വാങ്ങണമെന്ന് എന്താ തിരിച്ചു കൊടുക്കണം എന്നുള്ളതൊന്നുമില്ല. ഇപ്പോൾ വാങ്ങും, പിന്നെ അടുത്തവനെ പിടിക്കുക. ചോദിച്ചവനോട് പിന്നെ ചോദിക്കാൻ പറ്റൂല, പിന്നെ അടുത്തവനെ പിടിക്കുക. കൊടുക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല, ഓൻ്റെ ആ സമ്പത്തിൽ ബറക്കത്ത് ഉണ്ടാവില്ല എന്നാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അതൊക്കെ വലിയ അമാനത്തായിക്കൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചു. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. ഓരോ വിഭാഗങ്ങൾക്കും എന്താണോ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് ആ അമാനത്ത് കൃത്യമായി നിർവഹിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതിൽ തന്നെ ദാമ്പത്യ മേഖലയിലുള്ള അമാനത്തിനെ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വഹീഹായ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന മിൻ അഅ്വമിൽ അമാനത്തി ഇൻദല്ലാഹി യൗമൽ ഖിയാമ. അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുന്ന അമാനത്തിൻ്റെ വിഷയത്തിൽ നമ്മളെ ചോദ്യം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അർറജുലു യുഫ്ളി ഇല ഇംറഅതിഹി വതുഫ്ളി ഇലൈഹി സുമ്മ യൻഷുറു സിർറഹാ. ഭാര്യയും ഭർത്താവും നല്ല രൂപത്തിൽ ദാമ്പത്യം നടത്തി, എന്നിട്ട് അവരുടെ ആ മേഖലയിലുള്ള രഹസ്യങ്ങൾ മറ്റുള്ളവരോട് ചെന്ന് പറയാം. അത് അമാനത്തിൻ്റെ ലംഘനമാണ്. ഇത് പരലോകത്ത് ശക്തമായി ഒരു മനുഷ്യൻ ചോദ്യം ചെയ്യപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് ഒരു വിളിപ്പേരുണ്ടായിരുന്നു. എന്താ ഇത് പേര്? അല്ലാമീൻ. എന്താ അതിൻ്റെ അർത്ഥം? വിശ്വസ്ത. എന്ത് കാര്യം വിശ്വസിച്ചേൽപ്പിക്കാം. ഹിജറ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ച് സാധനങ്ങൾ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പിന്നെ അത് വീതം വെച്ചു കൊടുക്കാൻ, അതിൻ്റെ ആളുകൾക്ക് ഓരോരുത്തർക്കും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തരപ്പെടുത്തി. ഉമ്മു ഐമനെ ഏൽപ്പിച്ചു, വീതിച്ചു കൊടുക്കാൻ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. എന്താ ഇന്ന് മനസ്സിലാവുന്നത്? ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടൊന്നുമില്ല, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നല്ല വിശ്വാസം, ഇസ്ലാമിൻ്റെ പാളയത്തിലൊന്നുമില്ല. പക്ഷെ ആൾക്കാർ എന്തെങ്കിലും വിലപ്പെട്ട സാധനങ്ങൾ എടുത്തേക്കണമെന്നുണ്ടെങ്കിൽ നേരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരും, എന്നിട്ട് കൊടുക്കും, എന്നിട്ട് ഏൽപ്പിക്കും, എന്നിട്ട് പോവും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ ആ ആളുകൾ മദീനത്തേക്ക് പോയിക്കണമെന്നുണ്ടെങ്കിൽ ആ സാധനം കൊണ്ട് പോയാൽ മതി. നേരെ കുറച്ച് ഇവിടെ വിതരണം ചെയ്യാൻ എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഓലൊക്കെ മുശ്രിക്കീങ്ങളായിരുന്നു, ഓൽക്ക് നല്ല രൂപത്തിൽ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അന്യമതസ്ഥരോടാണെങ്കിലും ഇത് പാലിക്കുവാൻ ഇസ്ലാം കർശനമായി നിർദ്ദേശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വല്ലദീന ഹും ലി അമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. അടുത്ത മുഅ്മിനീങ്ങളുടെ ക്വാളിറ്റി വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിദൂൻ. എന്താ മനസ്സിലായത്? തുടങ്ങിയത് എന്തുകൊണ്ടാ, അവസാനിപ്പിച്ചത് എന്തുകൊണ്ടാ? നമസ്കാരം കൊണ്ട്. നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ അവർ സൂക്ഷ്മത കാണിക്കുന്ന ആളുകളായിരിക്കും. നമസ്കാരം മുറപ്രകാരം നിലനിർത്തുന്നവരായിരിക്കും. ഖളാകുല, ആവശ്യമില്ലാതെ ഖളാകുല, നമ്മളെ ആ വിഷയം നല്ല വിശദമായി സംസാരിച്ചതാണ് അല്ലേ. നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധ കാണിക്കും. ഇതാണ് മുഅ്മിനീങ്ങളുടെ ക്വാളിറ്റി ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പറയുന്നത്. ഇപ്പോൾ പണ്ഡിതന്മാരോട് ചോദിക്കും, എങ്ങനെ ഇപ്പോൾ ജന്നാത്തുൽ ഫിർദൗസൊക്കെ കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ഡിതന്മാർ ഈ ആയത്തോളാണ് ഓതി കൊടുക്കുക. ഈ ക്വാളിറ്റി എനിക്കുണ്ടോ? ഈ ക്വാളിറ്റി നേടിയെടുക്കാൻ നിനക്ക് സാധിക്കുമോ
നിനക്ക് സ്വർഗത്തിലെ ഏറ്റവും വലിയ സ്ഥാനമായ ജന്നാത്തുൽ ഫിർദൗസിൽ സ്ഥാനം നിനക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് അടുത്ത ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കും. നമുക്ക് സമയമായില്ലേ? ഞാൻ എത്ര ഉണ്ട്? ഓക്കെ. അപ്പോൾ ഇത്രയും ക്വാളിറ്റികൾ പറഞ്ഞു അല്ലേ? ഇത്രയും ക്വാളിറ്റികൾ പറഞ്ഞു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഉലൈക ഹുമുൽ വാരിസൂൻ. ഉലൈക അക്കൂട്ടരാകുന്നു, ഹുമുൽ വാരിസൂൻ, ഹും അവർ, അൽ വാരിസൂൻ അവരാണ് അനന്തരമെടുക്കുന്നവർ. ഇപ്പം ഈ ക്വാളിറ്റികൾ ഏതൊക്കെയൊന്ന് ക്വാളിറ്റികളെന്ന് പറഞ്ഞാണി മമാലിക ഒന്ന് പറഞ്ഞാണി. വല്ല ക്വാളിറ്റി എന്ത് ചെയ്യുന്നു? ഒന്ന് നോക്കണല്ലേ. സക്കാത്ത് കൊടുക്കുന്നവരായിരിക്കും. അടുത്ത ആള് വേറൊന്ന് നമസ്കാരത്തിൽ ഭക്തി കാണിക്കുന്നവരായിരിക്കും. പിന്നെ ഗുഹ്യസ്ഥാനം സൂക്ഷിക്കുന്നവരായിരിക്കും. അമാനത്ത് മുറപ്രകാരം നിർവഹിക്കുന്ന ആളായിരിക്കും. അതുപോലെ തന്നെ ഉടമ്പടികൾ, കരാറുകൾ പൂർത്തീകരിക്കുന്ന ആളുകളായിരിക്കും. ലഘുവിൽ നിന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും തലയിടാതെ ആവശ്യമുള്ളതിൽ മാത്രം മുഴുകുന്നവരായിരിക്കും. പിന്നെ അവസാനം നമസ്കാരത്തിൽ ഒരു കൃത്യത അവർ പാലിക്കുന്നവരായിരിക്കും. ഈ 7 ക്വാളിറ്റികളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉലൈക ഹുമുൽ വാരിസൂൻ അവരാണ് അനന്തരമെടുക്കുന്നവർ. അല്ലദീന യരിസൂനൽ ഫിർദൗസ് ഹും ഫീഹാ ഖാലിദൂൻ. അല്ലദീന അവരൊരു കൂട്ടരാണ്. യരിസൂന അനന്തരമെടുക്കുന്ന ആളുകളാണ്. അൽ ഫിർദൗസ എന്താ ഫിർദൗസ? ഫിർദൗസിനെ അനന്തരമെടുക്കുന്നത്. എന്താ ജന്നാത്തുൽ ഫിർദൗസ്? ജന്നാത്തുൽ ഫിർദൗസിന്റെ പ്രത്യേകത എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ സഅൽതുമുല്ലാഹ ഫസ്അലുല്ലാഹൽ ഫിർദൗസ്. നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോട് ജന്നാത്തുൽ ഫിർദൗസ് തന്നെ ചോദിക്കണം. അതിന് കുറച്ച് കാരണങ്ങളും കൂടി പറഞ്ഞു. ജന്നാത്തുൽ ഫിർദൗസിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത ഉറാ ഫൗഖഹു അർശുർ റഹ്മാൻ. സ്വഹീഹായ ഹദീസിൽ വന്നതാണ്. അതിൻ്റെ മേൽക്കൂര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സിംഹാസനമാണ്, അള്ളാഹുവിൻ്റെ അർശാണ്. ജന്നാത്തുൽ ഫിർദൗസിൻ്റെ മുകളിൽ ഏതാള്? അള്ളാഹുവിൻ്റെ അർശാണ്. അള്ളാഹുവിൻ്റെ അർശിനോട് ഏറ്റവും അടുത്ത സ്ഥലങ്ങൾക്ക് അതിൻ്റേതായ സ്ഥലങ്ങൾക്കും ആളുകൾക്കൊക്കെ അതിൻ്റേതായ പ്രത്യേകതകൾ ഉണ്ടാകുമെന്നാണ്. രണ്ടാമത് ജന്നാത്തുൽ ഫിർദൗസിൻ്റെ പ്രത്യേകത എന്താ? സ്വർഗത്തിലെ ഒഴുകുന്ന എല്ലാ നദികളും ഉത്ഭവിക്കുന്നത് ജന്നാത്തുൽ ഫിർദൗസിൽ നിന്നാണ്. മിൻഹാ തതഫജ്ജറുൽ അൻഹാർ. അവിടെ നിന്നാണ് സ്വർഗത്തിലെ എല്ലാ അരുവികളും ഉത്ഭവിക്കുന്നത്. അത് ജന്നാത്തുൽ ഫിർദൗസിൻ്റെ പ്രത്യേകതയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. മൂന്നാമത്തത് അൽ ഫിർദൗസ് റബൂത്തുൽ ജന്ന വ അലാഹ വ ഔസതുഹ. സ്വർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മുഖ്യമായ, ഏറ്റവും ഉന്നതിയിലുള്ള സ്വർഗമാണേത്? ജന്നാത്തുൽ ഫിർദൗസ്. അപ്പം ഇങ്ങനെ 3 പ്രത്യേകതകൾ ജന്നാത്തുൽ ഫിർദൗസിന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഉന്നതിയിലുള്ള അള്ളാഹുവിൻ്റെ അർശിൻ്റെ ചാരത്ത് അന്ത്യമില്ലാത്ത നാളുകളിൽ താമസിക്കുവാനുള്ള അവസരം ലഭിക്കുന്ന മുഅ്മിനീങ്ങളുടെ ക്വാളിറ്റി അത് 7 അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അത് നമ്മൾ പാലിക്കണ്ടേ? ഒരു വിശ്വാസിക്ക് ഇതിനപ്പുറം എന്താ കിട്ടാനുള്ളത്? ഒരു വിശ്വാസിക്ക് നേടിയെടുക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഈ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിപ്പെടുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ 7 ക്വാളിറ്റികൾ നമ്മളെ ജീവിതത്തിൽ വേണം. സ്വഹാബാക്കളൊക്കെ ഇതിനു വേണ്ടി മത്സരിക്കുകയും. ഹാരിസ ഇബ്നു സുറാഖ എന്ന് പറയുന്ന ഒരു കുട്ടി അദ്ദേഹം ബദർ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പുറപ്പെട്ട കുട്ടിയാണ്.
അദ്ദേഹം യുദ്ധത്തിന് ഇറങ്ങിയിട്ടില്ല, നേരെ മറിച്ച് യുദ്ധം വീക്ഷിക്കുവാനും യുദ്ധത്തിൻ്റെ ഗതി നിർണ്ണയിക്കുവാനും അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾക്ക് വല്ല സഹായം, സൈന്യത്തിൽപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ കൂട്ടുന്ന ആളുകളാണ്. അപ്പോൾ അതിൽ ബദറിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു ഹാരിഥ ബിൻ സുറാഖ. അദ്ദേഹം എവിടെ നിന്നോ വന്ന ഒരു അമ്പ് തറച്ച് ഷഹീദായി, ഉഹദിൽ ഷഹീദായി. അപ്പോൾ ബദറിൽ ഷഹീദായി. അദ്ദേഹത്തിൻ്റെ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. കാരണം എന്താ? യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ ഷഹീദാണോ എന്നൊരു സംശയം, ആ ഷഹീദിൻ്റെ കൂലി കിട്ടുമോ എന്നൊരു സംശയം അമ്മാക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റസൂലേ, എൻ്റെ മകൻ ഹാരിഥയുമായിട്ടുള്ള ബന്ധം എനിക്ക് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അവന് അന്ത്യനാളിൽ സ്വർഗം ലഭിക്കുമെന്ന് ഉറപ്പുണ്ട് എങ്കിൽ ഞാൻ ക്ഷമിക്കാൻ റെഡിയാണ് റസൂലെ. അതില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കംപ്ലൈൻ്റ് ഉണ്ട്, ഞാനിവിടെ ആകെ ഒച്ചപ്പാടാക്കി പ്രശ്നമാക്കും, ഞാൻ കരയും എന്നാണ് മഹദി പറയണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ വഹബിൽത്തി ഉമ്മു ഹാരിഥ, നിന്റെ സമനില തെറ്റിപ്പോയോ? നീ എന്താണ് വിചാരിക്കുന്നത്? സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ദറജ മാത്രമല്ല, അത് ഒരുപാട് ദറജകളുണ്ട് സ്വർഗത്തിന്. നിങ്ങളുടെ മകൻ ഹാരിഥ ആ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതിയുള്ള ജന്നാത്തുൽ ഫിർദൗസിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉമ്മാനെ സന്തോഷ വാർത്ത അറിയിച്ചു എന്നാണ്. സ്വഹാബാക്കളൊക്കെ ഇതിനു വേണ്ടി മത്സരിച്ച് അതൊക്കെ നേടിയെടുത്തവരായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. നമ്മളും അതിനു വേണ്ടി മത്സരിക്കുന്നവരാകണം. അതിനെന്താ ചെയ്യേണ്ടത്? ഈ 7 ക്വാളിറ്റികൾ നമ്മളെ ജീവിതത്തിൽ വേണം. ഇതൊക്കെ പഠിച്ചതിന് ശേഷം നമ്മൾ നിസ്കാരത്തിൽ മാറ്റം ഉണ്ടായിക്കണോ നമ്മൾ നോക്കണം. നമ്മൾ സക്കാത്തിൻ്റെ വിഷയത്തിൽ വരുന്ന നാളുകളിൽ ഒരു തീരുമാനത്തിലെത്തിക്കണോ നമ്മൾ ചിന്തിക്കണം. ഇനി ഉപകാരമില്ലാത്ത കാര്യങ്ങളിൽ നമ്മളെ സമയം വേസ്റ്റ് ചെയ്യൂലാതെ നമ്മൾ തീരുമാനിച്ചിക്കണോ നമ്മൾ ആലോചിക്കണം. നമ്മുടെ ജോലികളിൽ, മറ്റുള്ള ഉത്തരവാദിത്തങ്ങളിൽ നമ്മൾ ശ്രദ്ധ പുലർത്തുമെന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ലൈംഗിക മേഖലയിൽ നമ്മൾ അള്ളാഹനെ സൂക്ഷിക്കുവാൻ നമ്മൾ തീരുമാനമെടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒറ്റ ഹദീസും കൂടി പറഞ്ഞിട്ട് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാഫ അദ്ലജ്, ആരെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുകയില്ല എന്ന് ഭയപ്പെട്ടാൽ അവൻ രാത്രിയാണെങ്കിലും യാത്ര ചെയ്യാൻ ഓന് തയ്യാറാകും. വമൻ അദ്ലജ ബലഗൽ മൻസിൽ, ആരെങ്കിലും നേരത്തെ മുൻകൂട്ടി രാത്രിയൊക്കെ യാത്ര ചെയ്ത് ലക്ഷ്യസ്ഥാനത്തിലേക്ക് ലക്ഷ്യം വെച്ച് പോയാൽ അവൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിപ്പെടുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, മനുഷ്യരെ നിങ്ങൾ അറിയണം, അള്ളാഹുവിൻ്റെ പക്കലുള്ള എല്ലാ അനുഗ്രഹവും, സ്വർഗമെന്ന അനുഗ്രഹം അത് വലിയ വിലപിടിപ്പുള്ളതാണ്. അലാ ഇന്ന സിൽഅത്തല്ലാഹിൽ ജന്ന, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ സ്വർഗമാണ്, അത് വലിയ വിലപിടിപ്പുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് നേരത്തെ നമുക്ക് പൊയ്ക്കോളി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ ഈ 11 ആയത്തിൻ്റെ അർത്ഥം കിട്ടുമോ? ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ അറിയോ? വെറുതെ ഒന്ന് വീട്ടിൽ പോയിട്ട് സൂറത്തുൽ മുഅ്മിനൂന് ജസ്റ്റ് യൂട്യൂബിൽ അടിക്കുക. എന്നിട്ട് ആ ഓത്ത്, ഏതെങ്കിലും നല്ല കാര്യങ്ങളുടെ ഓത്ത് കേട്ടോക്കുക. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ആ ഒരു വെറുതെ കേട്ടിരുന്നതും ഇതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ട് കേൾക്കുന്നതും തമ്മിലുള്ളൊരു വ്യത്യാസം നമുക്ക് അനുഭവപ്പെടും ഇൻഷാ അല്ലാഹ്. ഇതിപ്പോൾ നമ്മളെ 3ാമത്തെ ക്ലാസ്സാണ്. ഇതിൻ്റെ ക്ലാസ്സുകൾ ഇനി നഷ്ടപ്പെട്ടു വരുന്നുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും. 2 ക്ലാസ്സുകളുണ്ട്. പിന്നെ ഉസ്താദിൻ്റെ ക്ലാസ്സുകൾ ഒരുപാട് നമ്മളെ യൂട്യൂബ് ചാനലുണ്ട്. അത്
കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള നാളുകളിൽ നമുക്ക് ഫിഖഹിൻ്റെ ക്ലാസ്സും പിന്നെ അതുപോലെ തന്നെ പ്രത്യേക ദൗറകളൊക്കെ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് നടത്താൻ നമുക്ക് പിന്നെ ശ്രമിക്കാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ലാസ്റ്റ് ഒരു കാര്യം പറയാനുള്ളത്, ഞാനൊക്കെ പഠിച്ച കോളേജായ ജാമിഅത്തുൽ ഹിന്ദ് ഇസ്ലാമിയ നിങ്ങൾക്ക് പലർക്കും അറിയിക്കാരം. അതിൻ്റെ കളക്ഷൻ്റെ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് ഒന്ന് ഓർമ്മപ്പെടുത്താൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖുൽ ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.